അപ്പൊ ഇതേപോലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും നമുക്ക് ഇതേപോലെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. എഗ്ഗാണത്. കോഴി എഗ്. ആ തുറന്നു. സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ് കോഴിമുട്ട പറക്കാനായിട്ട്. ഒരു 3-4 ദിവസത്തെ മുട്ട ഞാൻ കടയിലൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ല. കാരണം ഗ്രേസിന് സ്റ്റീവിനൊക്കെ ഒന്ന് കാണിക്കാം, മുട്ട പറക്കാം ഒരുമിച്ച്. അപ്പോൾ അവർക്കൊരു ഹാപ്പി ആയിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇന്നലെ പോകാമെന്ന് വെച്ചപ്പോൾ അത് നടന്നില്ല. ഇന്നും ഇപ്പോൾ ഗ്രേസിനെ വന്നിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയൊന്നും കടകൾ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഗ്രേസിനെ വേറെ ഏതെങ്കിലും ദിവസം കാണിക്കാം. അപ്പം ഇനി അടുത്തത് വീട്ടിലേക്ക് പോയി മുട്ട പറക്കലാണ്. ഇപ്പോൾ മുട്ടയിടുന്ന ബാസ്ക്കറ്റിലൊക്കെ ഏകദേശം ഇന്നലെ ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ നന്നായിട്ട് മുട്ട നിറഞ്ഞു തുടങ്ങിയിട്ട് ഇനി അവർ അതിന് മുകളിൽ കയറിയിരുന്ന അവിടെയുള്ള മുട്ടകൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതിന് മുമ്പ് ഇന്ന് പോയി എല്ലാ മുട്ടയും പറക്കണം. അതിന് പോവാം. അപ്പോൾ അത് അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. മുട്ട പറക്കാൻ വേണ്ട നീ. അപ്പോൾ ഇവിടെ നമ്മുടെ തീറ്റ വന്ന് കിടക്കുന്നുണ്ട്. ഗോതമ്പ് നുറുക്കും ലെയർ തീറ്റ ഉണ്ടോ വന്നേക്കണേ. എന്തിട്ടാ? തേങ്ങ കൊണ്ടുപോവാം. പിന്നെ നെല്ല് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കായ മൂത്തുടി, ഈ കായ മൂത്തുണ്ട്. ഇത് വെട്ടാം. ഇന്ന് പറ്റില്ല, നാളെ വെട്ടാം. പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ. അപ്പം നെല്ല് പറഞ്ഞിട്ടുണ്ട് ഒരു ചാക്ക്. അപ്പം അത് കൊണ്ടുവരണം ഈ ദിവസങ്ങളിൽ. എൻ്റെ നെല്ലിൻ്റെയാ? ഞാൻ നെല്ല് മേടിക്കുന്നത് കോഴിക്കും താറാവിനും കൊടുക്കാനാ. അത് നിനക്ക് തിന്നാനല്ല. എൻ്റെ കോഴിക്കൂട്ടന്മാര് നോക്കി നിൽക്കണാണ്ടില്ലേ? ഹലോ, കോഴിമുട്ടകൾ കിടക്കണുണ്ടോ? അവിടെ വെച്ചേക്കാം. എടി നടക്കുമ്പോൾ നോക്കണേ. ഈ മുട്ട വാലടച്ച് വെക്കും. അത് കുഴപ്പമില്ല, ഈ വാലെടുക്കാം. പുള്ളിക്കിട്ടട കാര്യസ്ഥകാരിയായി കിടക്കാം പുറത്തേക്കൂടെ. ആ പോട്ടെ, വന്നോളൂ, തുറന്നിടല്ലേ. ഇവരെ മുട്ട പലരും പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവരണം. ചിലവർ ഇവിടെ ഇടും, ചിലവർ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേര് ഇവിടെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഭാഗ്യം കൊണ്ട് കിട്ടുന്ന മുട്ടയുണ്ടോ? ഇതിൻ്റെ മുകളില് കാക്കകളല്ല, അത് ഉരുണ്ട് നേരെ പോയാലുള്ള അവസ്ഥ ആലോചിച്ചു. ആ, ഏതോ മുട്ട പൊട്ടിയിട്ടുണ്ട്. ഇതേ തൊണ്ടതിൻ്റെ ഉള്ളിൽ കിടക്കണം. ഒരു കോഴിപ്പടേ ഈ ചാഞ്ഞിരിക്കുന്ന ഷീറ്റിൻ്റെ അവിടെ കയറുന്ന മുട്ടയിടും. മിക്ക ദിവസം വരുമ്പോൾ കാണാം അവിടെ നിലത്ത് വീട് പൊട്ടി കിടക്കുന്നത്. അതിന് മുകളിൽ കയറി ഇത് മാന്തി ഇടുന്നു. പോട്ടെ 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 പോട്ടെ. ഇവിടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മുടെ മുട്ടപാത്രങ്ങൾ. ഇതിലൊക്കെ മുട്ടയിട്ടുണ്ട്. മുട്ടയിടായിരുന്നായിരുന്നു തോന്നുന്നു. താഴെ കിടക്കണ മുട്ടകൾ പറക്കണം, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് കൂടിപ്പോ പൊട്ടിക്കും. ആ എടി, താഴെ കിടക്കണേ മുട്ട പറക്കില്ലെങ്കിൽ ഒക്കെ കൂടി ഒന്ന് കൊത്തി പൊട്ടിക്കും. പൊരുങ്കിക്കാരിയായിട്ട് കയറിയേക്കാം. ഇവിടെ സൈഡിൽ മുട്ട. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ മുട്ട സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. അപ്പം എന്തിട്ടായാലും ഞാൻ ഇവർക്ക് ആദ്യം തീറ്റ കൊടുക്കട്ടെ കേട്ടോ. ഈ തീറ്റ കൊടുക്കണ്ട. ബാബയ്ക്ക് ചേർ കൊടുക്കും. ഇട്ട് കൊടുക്ക്, വേട്ട് കൊടുക്ക്, വേഗം കൊടുക്ക്. ഓ ഇട അവനടുത്തേക്ക് വരാൻ നോക്കുന്നു.
പൊടിയൊരുടി. അങ്ങോട്ട് നീ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. കോഴി ബാപ്പ തിന്നണേണ്ട. അവന് കൊടുക്കാൻ പിടിച്ചോ. കൊടുക്കാം, എനിക്ക് അടുത്ത ട്രിപ്പ് തോന്നാം. ഇപ്പൊ തീർന്നു പോരാ. ഇവിടെ ഇട്ട് കൊടുക്കും. ഇവിടെ ഇവിടെ കോഴി ബാബയ്ക്ക് തീറ്റ കൊടുത്താലോ? കൈ കൊത്തോ ചേടാ, താഴത്ത് തിന്ന് പോയി തിന്നോളെ. കയ്യിൽ കൊടുത്തുള്ള പരിപാടി ഒന്നുമില്ല. എന്തേ അപ്പൊ പാപ്പ എടുത്തിട്ട് വരൂ കേട്ടാ. അപ്പൊ ബോബിന്റെ പാപ്പ എടുക്കട്ടെ. ബോബല്ല, നമ്മുടെ കോഴിയുടെ പാപ്പ എടുക്കട്ടെ കേട്ടാ. ആ ദൈവല്ലേ വാട്ട. എവിടെ കോഴി? കൊച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ടോ. കൊച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ടോ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. അവിടെ നിന്ന് ഇങ്ങോട്ട് വാടാ. എന്തിടാ എന്തി എന്നെ ഇച്ചിരി ബാക്കി വെക്കണേ. അപ്പഴടുത്തേക്ക് പോവാ നമുക്ക്. വാ ബാ, അപ്പഴടുത്ത് പോവാ. എന്നിട്ട് മേടിക്കട്ടെ അപ്പഴടുത്തുനിന്ന്. അപ്പേ കൊച്ചിന് കുറച്ച് വെക്കണേ കേട്ടാ. കൊച്ചിന് കുറച്ച് വെക്കണേ. പുല്ലിട്ട് കൊടുക്കുമ്പോ പുല്ല് പറയുമ്പോ ആ വരാം. വാഴപ്പിണ്ടി കിട്ടിയോണ്ട് ഇട്ട് കൊടുക്ക്. ഗ്രേസ് ആയിരുന്നെങ്കിൽ ഈ സ്ഥലത്തേക്ക് ഓടിയായിരുന്നേനല്ലേ. ആ ഗ്രേസിന് ഇങ്ങനെ ഇവന്റെ പ്രായത്തിലൊന്നും കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ അവൾക്ക് ഇങ്ങനെ കോഴിയുടെ അടുത്ത് വരുമ്പോ അവളിങ്ങനെ നിക്കാൻ ചെറിയൊരു പേടി പോലെ നിക്കൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ആൾക്കുള്ളിലൊരു ചെറിയൊരു ഭയമുണ്ട്. നീ പോണ വാർത്തകള് വാത്തി കയ്യിൽ തീറ്റ് കൊടുക്കാറുണ്ടാ? വലുതായി മുട്ട കിടക്കുന്നതിൻ്റെ ഉള്ളില് പറക്കണ്ടേ? നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാലോ? ആ ശരിയാണ്, പക്ഷെ എന്നാലും കോഴിക്കുഞ്ഞുങ്ങളല്ലേ മുട്ടേനേക്കാളും നല്ലത്. അല്ല പണി കൂടണ്ട. നമ്മൾ ഇതിന്റെ മാത്രം നിൽക്കാൻ സമയമില്ലാത്തോണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. ചേട്ടനാണ് ചെയ്യണ്ടേ, ചേട്ടൻ ഇഷ്ടം പോലെ ചെയ്യാം. അവര് പുറത്തേക്ക് ഇറക്കിയാലോ സ്വാതന്ത്ര്യം. അല്ല ഇനി ഇവിടെ പൂവന്മാരില്ലേ? ഇതില് പൂവന്മാരില്ലേ? കുറെ ഇവിടെ തല്ലാവൂലേ? എന്തേടാ അതെ അപ്പ ഭാഗത്തേക്ക് പാപ്പം കുഞ്ഞുങ്ങളും കോഴിയും ഒക്കെ കൂടി ആവുമ്പോ രസമായിരിക്കും. പക്ഷെ പണി ചേട്ടനെ കൂടുതല്. നീ തുടക്കത്തിൽ വേണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ചേട്ടന് സമയമില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ അല്ലേ. ശരിയാ. അവനെ മുട്ട കാണിച്ചു കൊടുക്ക്. വാടാ ശിവു, വാ. അവനത് കൊണ്ടല്ലേ മുട്ട കാണിച്ചിരുന്നെങ്കി. മുട്ട കേറ് കേറ്. അമ്മേ നോക്കി കോഴിമുട്ട. കോഴി എഗ്ഗാണത്. കോഴി എഗ്. തുറന്നു. പിന്നെ പിടിച്ചിടാൻ പറ്റുമോ? ചേട്ടനാണ് തീരുമാനിക്കണ്ടേ. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ചേട്ടൻ പെട്ടെന്ന് തന്നെ തുറന്നിട്ടോ. കോഴി അവര് പോരണില്ലല്ലോ. കോഴി എഗ് പറക്കാനൊരു ഇത് താപ്പേ. ഒരു പാത്രം ഇതിനോട് എടുത്തേണ്ടിട്ടാ. ശിവാമ്മ ഇപ്പൊ വരാട്ടാ. പാത്രം എടുത്തിട്ട് വരാം. എവിടെയാ? സ്റ്റീവിനെ കൊണ്ട് വിറക്കിപ്പിക്കാം. അവർക്ക് ഭയങ്കര സന്തോഷം.
കേട്ടോ അല്ലെങ്കിൽ ഉരുട്ടി സ്ഥലത്ത്. ഇത് പയ്യെ പയ്യെ പറക്കാം. ഇങ്ങനെ പയ്യെ പറക്ക്. ഇങ്ങനെ പറക്ക്. ഇത് ഇടായിരുന്നു എന്തെങ്കിലും പേപ്പർ അടിയിലത്തെ നേരെ വെക്കുമ്പോ പിന്നെ സ്ലിപ്പ് ആവണ്ടല്ലോ. പറക്ക് പറക്ക് കൊച്ചു പറക്ക്. മുട്ട പറക്ക്. ആ കൊച്ചി എടുക്ക്. അമ്മേ മുട്ടതാ അമ്മയ്ക്കിതാ. എടുത്തതാ അമ്മയ്ക്ക്. മുട്ടതാടാ സ്റ്റീവോ. മുട്ട പറക്ക്. ആ കോഴിയൊക്കെ ഇതാ അമ്മയ്ക്ക്. ഇതേ അമ്മ പറക്കട്ടെ. സ്റ്റീവിന് അവന് പറക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇത് പൊട്ടിച്ചുണ്ടല്ലേ ചെറുതായിട്ട്. കേറി ഇരുന്നിട്ടാന്ന് തോന്നണം. അങ്ങനെ അവര് പുറത്തിറങ്ങിയില്ലേ. കൂട്ട ബലാത്സംഗങ്ങളൊക്കെ നടക്കും. അതന്നെ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി. വാ 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 വാ. ഇത്ര നാള് കൂട്ടിലടക്കപ്പെട്ടവരായിരുന്നു അവര്. പക്ഷെ അവരിപ്പോഴും ഇറങ്ങിയിട്ടില്ലല്ലോ. കുറച്ചുപേര് ഇറങ്ങിണ്ട് അവിടെ. അവരവിടത്തെ തീറ്റ വേണ്ടി അവരവിടെ സൂക്ഷിച്ചു. അത് കഴിയട്ടെ. അവരെല്ലാം മറന്നു പോയിട്ടുണ്ട്. ആ കണ്ട് ബാ. ബോബുവിന് പാപ്പം കൊടുക്കണേണ്ടാ. ജിങ്കോന് പാപ്പം കൊടുക്കണേണ്ട. അപ്പ ബാ ബാ പാപ്പം കൊടുക്കണ അപ്പ പാപ്പ കൊടുക്കണ കാണാം. കറിക്കണ് അപ്പ കൊടുക്കാനാ പട്ടിയുടെ കോഴിക്കുള്ളതല്ല. അവന് ബോബുവിനോട് നീ കൊടുക്കണ്ടെന്നാ കൊടുക്കും. എനിക്ക് കൊച്ചു മേടിക്കുന്നുണ്ട്. കൊച്ചു എന്താണ് നീ കൊടുക്ക്. വാ അപ്പനെടുത്തിക്കോ. അപ്പെടുത്ത് പോ. ബോബിന് കൊടുത്തോ. കൊച്ചു കൊടുത്തോ. കൈ നീട്ടി വരണേ. നീട്ടി വരണവൻ. ഇതവന് ഇഷ്ടപ്പെടില്ല ഈ തീറ്റ. ഇതിലൊരു എണ്ണമയുണ്ട്. കുടുക്കട കൊണ്ട് കളയല്ലേ. അമ്മാമയ്ക്ക് കുളിക്ക് തുടങ്ങുന്ന ഓരോന്ന് എടുത്ത് തരുന്നേ. മതി ചേട്ടാ കുളിക്കുവാ. മതി കൊടുത്തോ. മറ്റേ ബോബുവിന് കൊടുക്കവാ. ബിങ്കോന് കൊടുക്കാം. നടക്ക്. ബിങ്കോന് കൊടുക്കാം. വാ. അപ്പൊ ഞാനും എന്റെ സ്റ്റീവ് കുട്ടനും കൂടി ഇനി കോഴിയുടെ മുട്ട വറക്കാൻ പോവാണ് അല്ലേ. പൂവന്മാരെ അവിടെ അഴിച്ചിട്ടിപ്പോ ഭയങ്കര സന്തോഷമായി. ഇവിടെ ഗോതമ്പുനുറുക്ക് തിന്നാനായിട്ട് വന്നേക്കണ്ട എല്ലാവരും. ഇവിടെ ഗോതമ്പുനുറുക്കാണ് ഇവിടെ പാത്രത്തിലിട്ട് കൊടുത്തേക്കുന്നത്. ഈ പൂവന്മാരെ തുറന്നിട്ടിട്ട് ഇവര് പോണില്ല. ഇവരവിടുത്തെ തീറ്റ തിന്ന് തന്നെ നിൽക്കാണ്. എന്താ കോഴി എഗ് പറക്കാം. എഗ് പറക്കാലോ. ഈ പാത്രത്തേക്ക് പറക്കി വയ്ക്കാം. നിലത്തിരിക്കരുത്. അപ്പടെ മടിയിലിരുന്നു. ഇത് ശരിക്കും ഞാൻ വാർത്തയ്ക്ക് ഉണ്ടാക്കിയ കൂടണ്ട. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ കോഴികളൊന്നും മുട്ടയിടില്ല. ശിവേ 1 2 3 കോക്കോന്റെ 4 5 6 7 നിങ്ങൾക്ക് അവിടെ പുറത്തിരിക്കുന്നത് പറക്കാം. ഇവിടെ മുകളിലുള്ളത് പറക്കാം നമുക്ക്.
ഇവിടെ പൂവന്മാർ തമ്മിൽ അടിയുണ്ടോ, കാരണം പുറത്ത് കുറച്ച് പേരുണ്ടായിരുന്നു, ഉള്ളിലായിരുന്നു കൂടുതൽ പേര്. അപ്പോൾ ഉള്ളിലുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തുള്ള 1-2 പേന്മാർ മാത്രമേ ഉള്ളൂ രാജാക്കന്മാർ. അവരുടെ അടുത്താണ് നമുക്ക് അവനെ ഉള്ളിൽ കയറ്റാം. പാടി ബാബാ ബാബാ പോയി ബാബേനെ ഉള്ളിൽ കയറ്റാം. ഓ ഇങ്ങോട്ട് പോടി, ഇങ്ങോട്ട് പോ. ഓ ആ കോഴി പാപ്പ ഉള്ളിക്ക് വരും. ടെസ്റ്റ് ചെയ്യേ ആയിക്കോട്ടാ. കോഴി പാപ്പ അതിക്കോട്ട് ഉള്ളിക്ക് വരും. ഇപ്പൊ വരും കോഴി പാപ്പ. കോഴി പങ്ക അങ്ങോട്ട് പോകണം ചെയ്യുക, ഇങ്ങോട്ട് വന്നില്ലല്ലോ. വാല് തുറന്നിട്ടിട്ടും ചെക്ക എന്തിൻ്റെ വിശേഷം? ഹായ് എടുത്ത് ഗ്രേസിന് പട്ടീനെയൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ സ്റ്റീവിന് പേടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾ ഓക്കെയാണ്. അല്ല, ഞാൻ ആ കോഴീനെ ഉള്ളി കയറ്റാൻ വേണ്ടി തുറന്നോ. ഇവനെ പിടിക്കോ? ഞാൻ മുട്ട പറക്കിക്കോട്ടെ. ഡി നീ എങ്ങടാ? എൻ്റെ മുട്ട തട്ടിക്കളയും. ഞാൻ മുട്ട പറക്കി വെച്ചേക്കാം. എത്ര മുട്ടയിൽ പറക്കി? ചേട്ടന്മാരൊന്നും കൂടെ ഇടായിരുന്നു. വാത്തകളൊന്നും അങ്ങോട്ട് പോട്ടെ. ഒന്ന് പുറത്തേക്കോ, അതിനും കൂടി ഇട്ടെ. എനിക്ക് കുഴപ്പമില്ല, ഇവന് ചിലപ്പോ എന്നെ മേത്ത് കയറും. എണ്ണ ഉണ്ടേ മുട്ട ആവശ്യമൊന്നുമില്ല. എണ്ണോ കൊടുക്കണേന്നുണ്ട്. എന്നാ പറക്കിക്കോ ശിവ. മുട്ട അതതിലേക്ക് തന്നെ വെച്ചു. ഈ സൈഡില്ല, ഈ കോഴി ഇരിക്കുന്ന സൈഡില്. ശിവ ഇറങ്ങി, ഇറങ്ങടാ. ഈ മുട്ടയ്ക്ക് ഭയങ്കര വലുപ്പം. അത് വേറെ വലിയ കോഴി അങ്ങനെ. ഇത് തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം നോക്കി. പല മുട്ടകളും പല രീതിയിൽ. താറാമുട്ടയുടെ വലുപ്പുണ്ട്. എന്തിട്ട് കോഴി മുട്ടയുടെ അരിക്കുന്ന നമുക്കേ കുഞ്ഞ മുട്ടകൾ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. സൈസ് കുറവുള്ളത് എല്ലാ സൈസ് കുറവാണ്. അത് കുഞ്ഞു കോഴിയല്ലേ ചേട്ടാ. നാടൻ മുട്ടയാകുമ്പോ ഇച്ചിരി വലിപ്പൊക്കെ കുറവായിരിക്കും. പിന്നെ കോഴി അത്ര ഉള്ളൂ. കോഴിയിൽ നിന്ന് ആന മുട്ട പ്രതീക്ഷിക്കാൻ പാടില്ല. അതില് ചെറിയ ചില കോഴികൾ ഇത്തിരി വലിപ്പമുള്ള മറ്റേ കോഴിയില്ല, അതിന്റെ ഒക്കെ മുട്ടയായിരിക്കും. പക്ഷെ നീ വിരിയിപ്പിക്കണ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല, അതിനേലും നമുക്ക് ലേറ്റ് ആയിട്ടില്ലല്ലോ. ആദ്യത്തെ ട്രിപ്പിൽ തന്നെ വിരിയിപ്പിക്കാവുന്നല്ലേ. എണ്ണ വിടുവോ? എണ്ണണ്ട, നമുക്ക് നോക്കാം. എന്താണ് ഇങ്ങനെ നിക്കണേ? കുറച്ച് ദിവസം കഴിയുമ്പോ നീ പറക്കണം അങ്ങനെയൊക്കെ. നീയാണിതൊക്കെ പറക്കേണ്ട ആള്. എല്ലാത്തിനും പ്യുവർ ബ്രൗൺ കളറൊന്നുമല്ല, ബ്രൗണും വൈറ്റും പല പല. മൊത്തത്തില് പ്രശ്നങ്ങളവിടെ. ഞാൻ പറഞ്ഞേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അടുത്ത ട്രിപ്പിലത്തെ മുട്ട എടുക്കാൻ പറ്റില്ലല്ലോ, പിന്നത്തെ ട്രിപ്പ് ആവണ്ടേ. കുറച്ച് ദിവസം കഴിയണം. ഇതുണ്ടാവും, വിരിയണ മുട്ടകളൊക്കെ ഉണ്ടാവും. കാരണം ഈ 2-3 പൂവന ആ കൂടി ഉള്ളിലുള്ളൂ. പിന്നെ നമ്മള് കൊച്ചു മുട്ട പറക്ക് ബെസ്റ്റാണ്. മുട്ട പറക്കാൻ കൊണ്ടുവന്നേ. ഈ കോഴിന്റെ നോക്കി കിടക്ക. ഇന്ത്യടാ
പാപ്പയോ? അപ്പം ഇതാണ് നമ്മുടെ ഒരു 3-4 ദിവസത്തെ മുട്ടേണ്ടത്. ഞാൻ ഭയങ്കര നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇങ്ങനെ മുട്ട പറക്കണം, ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ. എപ്പോഴും എല്ലാ പ്രാവശ്യം കോഴിനെ വളർത്തുമ്പോൾ ഇത് തന്നെയാണ് ആഗ്രഹം. ഒരു സന്തോഷമാണ് ശരിക്കും. അപ്പം ഇതേപോലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും നമുക്ക് ഇതേപോലെ ആഗ്രഹിക്കാൻ മാത്രമല്ല, നമ്മൾ അധ്വാനിക്കണം, കോഴിയുടെ അടുത്ത് വരണം. പലരും ചോദിക്കാറുണ്ടല്ലോ എന്തിനാ സണ്ണി കോഴിനെ വളർത്തണേ, എന്തിനാ ഇതിൻ്റെ അടുത്ത് വരണേ, കഷ്ടപ്പെടണേ എന്തിനാണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഇതിന് ഈ ഒരു സന്തോഷം മതി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതൊക്കെ മറന്നു പോകാനായിട്ട്. രസമല്ലേ? അപ്പം ഇനി ഇതിനെ ബാസ്ക്കറ്റിലാക്കിയിട്ട് വേണം നമുക്ക് സ്കൂട്ടർ വയ്ക്കണം, അല്ലെങ്കിൽ പൊട്ടി പോകും. പുല്ല് പറിച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ട പറക്കൽ കഴിഞ്ഞു. ഈ ബാസ്ക്കറ്റ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. പക്ഷേ ബാസ്ക്കറ്റിൽ മുട്ട പറക്കിയിട്ട് ചിലപ്പോൾ സ്കൂട്ടറിലേക്ക് വെക്കുമ്പോൾ ഞെരിഞ്ഞു. ഇപ്പോഴങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പോണത്? അല്ല, ഞാൻ വെച്ചത് ബാസ്ക്കറ്റ് പതുക്കനെ അമർത്തി ഇങ്ങനെ എൻ്റെ ഇടയിലേക്ക് കയറ്റാണ്. ഇപ്പൊ കയറ്റണ്ട, നമുക്ക് ഇനി ഗ്രേസിനെ എടുത്തിട്ട് അങ്ങനെ വീട്ടിൽ കൊണ്ടുവിടാം. എന്നിട്ട് കൊണ്ടുകൊടുക്കാൻ പോയിക്കൊണ്ട് അല്ലെങ്കിൽ സമയം വൈകും. ഗ്രേസ് വേണ്ട സമയമായി. മുട്ട ഇവിടെ ഇരുന്നോട്ടെ, മൂടിയിട്, എനിക്ക് കാക്ക കൊത്തി കൊണ്ടുപോകും. ഇങ്ങനെ വെച്ചിട്ട് പോണേ? തുണിയിട്ട് കൂട്. എനിക്കൊരു സന്തോഷത്തിന് സന്തോഷം കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ.